സ്പർശം പള്ളുരുത്തി സംഘടിപ്പിച്ചിട്ടുള്ള ഭരണഘടനാ ജനാധിപത്യവും ഡോക്ടർ ബി.ആർ. അംബേദ്കറും എന്ന വിഷയത്തിന്മേൽ നടക്കുന്ന ഈ സുപ്രധാനമായ പരിപാടിയുടെ അധ്യക്ഷനായി ചുമതല വഹിക്കുന്ന സ്പർശത്തിൻ്റെ ഭാരവാഹി, അതിൻ്റെ സീനിയർ സംഘാടകനും ഒക്കെയായിട്ടുള്ള എൻ്റെ സുഹൃത്ത് പ്രിയ എ. കബീർ, ഇവിടെ സ്വാഗതം ആശംസിച്ച എം. ബി. അഷറഫ്, സ്പർശത്തിൻ്റെ സെക്രട്ടറി, ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് തുടക്കം കുറിച്ച സിറാജുദ്ദീൻ, സ്പർശത്തിൻ്റെ മുൻ സെക്രട്ടറിയാണ്. ഈ വിഷയത്തിന്മേൽ പ്രതികരണങ്ങൾക്കായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കൾ വി. എൻ. അംബരീഷൻ മാസ്റ്റർ, അതേപോലെ രാജീവ് പള്ളുരുത്തി, എന്നോടൊപ്പം ഈ പ്രോഗ്രാമിൽ അതിഥിയായി പങ്കെടുക്കുന്ന ഏകലവ്യൻ ബോധി, PH ഫാലിഖ്, സ്പർശത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, ഉത്ബുദ്ധരായ ഈ സദസ്സിലെ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയും ഇന്ത്യയിലെ മർദ്ദിത ജനകോടികളുടെ വിമോചന നായകനും ആധുനിക ജനാധിപത്യ ഇന്ത്യയുടെ ഉപജ്ഞാതാവുമായ ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നാമത്തിൽ എൻ്റെ സ്നേഹോഷ്മളമായ ജയ് ഭീം അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ സ്പർശത്തിൻ്റെ പരിപാടിയുടെ ഒരു ക്യാപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. പാർലമെൻ്റ് അല്ല, ഭരണഘടനയാണ് അന്തിമം എന്നതാണ് ആ ക്യാപ്ഷൻ. It is not the parliament, but the constitution is supreme. ഈ മുദ്രാവാക്യം നമ്മുടെ ഭരണഘടന അതിൻ്റെ ആരംഭത്തിൽ, തുടക്കത്തിൽ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്ന, അത് ആർക്കു വേണ്ടിയാണോ സമർപ്പിക്കുന്നത്, അവരുടെ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളുടെ, നമ്മുടെ ഭരണഘടനയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വർഗീയ, ഫാസിസ്റ്റ്, സമഗ്രാധിപത്യ ശക്തികൾക്കെതിരെയുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ മറുപടിയാണ് പാർലമെൻ്റ് അല്ല, ഭരണഘടന തന്നെയാണ് സുപ്രീം. കാരണം ഈ ഭരണഘടന അന്തിമമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ ഭരണഘടന സമർപ്പിക്കുന്നത് ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന അപകടത്തിലാകുമ്പോൾ, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുമ്പോൾ, ഭരണഘടനയുടെ ദർശനത്തെ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ, ഭരണഘടന ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം ഇന്ത്യയിലെ ജനങ്ങൾക്കാണ്, ജനകോടികൾക്കാണ്. ഇന്ന് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി, മറ്റ് വ്യത്യസ്തതകൾക്ക് അതീതമായി ഭരണഘടനയുടെ പ്രാധാന്യം തിരിച്ചറിയുകയും ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയ രാഷ്ട്രീയ ദൗത്യത്തിലേക്ക് ഇന്ത്യൻ ജനത ഏകീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ ജനാധിപത്യപരമായ, ഭരണഘടനാപരമായ, ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള, ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയുടെ, ഒരു ഭരണഘടനാ ദേശീയതയുടെ
വലിയ മുന്നേറ്റമാണ് രാജ്യം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ ജനാധിപത്യവും ഡോക്ടർ BR അംബേദ്കറും എന്ന നമ്മുടെ വിഷയത്തിൻ്റെ ആദ്യമേ തന്നെ ഈ ഭരണഘടനയും അംബേദ്കറും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ സാങ്കേതികമായി ചില കാര്യങ്ങൾ ആദ്യമേ തന്നെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മഹത്തായ ഭരണഘടന ലോക ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും വിപുലവും വിസ്തൃതവുമായ ദ ബിഗ്ഗസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാവുന്ന ഈ ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്തത് മഹാനായ ബാബാ സാഹേബ് BR അംബേദ്കറാണ്. ലോകരാഷ്ട്രങ്ങൾക്ക്, ലോകത്തെ 80-ലധികം ജനാധിപത്യ രാജ്യങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഭരണഘടനകൾ നിലവിലുണ്ട്. നമ്മുടെ ഭരണഘടന കേവലം രാഷ്ട്രം എങ്ങനെ ഭരണം നടത്തണമെന്ന് ഭരണാധികാരികളോട് നിഷ്കർഷിക്കുന്ന ഒരു ടെക്സ്റ്റ് അല്ല. കേവലമായി ജനങ്ങളുടെ അവകാശങ്ങളെ, ലോകത്തെ പല രാഷ്ട്രങ്ങളുടെയും ഭരണഘടനകൾ ചെയ്യുന്നത് പോലെ ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങളെ അവർക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വാഗ്ദാനം ചെയ്യുന്ന കേവലമായ ഒരു അവകാശ രേഖയുമല്ല. അതിനേക്കാൾ അധികം ബാബാ സാഹേബ് BR അംബേദ്കറുടെ കാഴ്ചപ്പാടിലൂടെ ഇന്ത്യൻ ഭരണഘടനയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ഒരു ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള, റവല്യൂഷണറി ആയിട്ടുള്ള ഒരു പരിവർത്തനോന്മുഖമായ ഭരണഘടനയാണ്. ഇന്ത്യയിലെ ജനകോടികളെ, നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന വ്യത്യസ്തങ്ങളായ സാമൂഹിക വിഭാഗങ്ങളെ, അവരെ വിശാലമായ സാഹോദര്യത്തിലേക്ക്, ഐക്യത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്ന വലിയ ഒരു സാമൂഹ്യ ദൗത്യമാണ്, വലിയൊരു നവോത്ഥാന ലക്ഷ്യമാണ് ലോകത്തെ ഇതര ഭരണഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം മുതൽ ഭരണഘടനയിൽ ഉടനീളം പ്രതിഫലിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അത് പ്രിയാമ്പിൾ എടുത്താൽ അവിടെ മുതൽ ഭരണഘടനയുടെ അവസാനത്തെ ആർട്ടിക്കിൾ വരെ ഉയർന്നു നിൽക്കുന്ന, ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ അത് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഭരണഘടന മനസ്സിലാക്കുന്ന ഇന്ത്യയിലെ പൗരന്മാർക്ക് പരിചിതമാണ്. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, നീതി, ഈ മൂല്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ ഉടനീളം മുഴച്ചു നിൽക്കുന്നത്. ഈ മൂല്യങ്ങളെ, ഈ സങ്കല്പങ്ങളെ ഭരണഘടനയുടെ ഭരണപരമായ ഒരു ഗവർണൻസിൻ്റെ ഭാഷയിലേക്ക് പരിവർത്തിപ്പിക്കുകയും അത് ഇന്ത്യയിലെ ജനകോടികളുടെ ദർശനമായി മാറ്റുകയും ചെയ്യുന്ന വലിയൊരു ഉത്തരവാദിത്വവും നമ്മുടെ ഭരണഘടന നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, ഭരണഘടനകളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം പ്രധാനമായും ലോകത്തെ പല ഭരണഘടനകളും എടുത്തു നോക്കിയാൽ, ബ്രിട്ടൻ്റെ ആണെങ്കിൽ, അമേരിക്കയുടെ ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോകത്തെ മികച്ച ഫ്രാൻസിൻ്റെ ആണെങ്കിൽ ഒക്കെ ഭരണഘടന എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ കാതലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ് അത് ഊന്നൽ കൊടുക്കുന്നത്. പൗരന്മാരുടെ അവകാശങ്ങൾ, ആ അവകാശങ്ങളുടെ പ്രഖ്യാപനവും വാഗ്ദാനവുമാണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അവകാശങ്ങൾ പ്രഖ്യാപിക്കുക, അത് വാഗ്ദാനം കൊടുക്കുക, ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഭരണഘടന സഞ്ചരിക്കുന്നുണ്ട്. അവിടെയാണ് അംബേദ്കറേയും ഭരണഘടനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇന്ത്യൻ ഭരണഘടന രൂപം കൊടുക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 1946 ഡിസംബർ മാസം, ആ ഡിസംബർ 17-ാം തീയതി ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച, നിങ്ങൾക്കറിവുള്ളതുപോലെ അതിൻ്റെ പ്രിയാമ്പിൾ, ഇവിടെ ചൊല്ലിയ ഭരണഘടനയുടെ ആമുഖമുണ്ടല്ലോ, ആ ആമുഖം
ചർച്ചയ്ക്കെടുക്കുമ്പോൾ ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് ഡോക്ടർ അംബേദ്കർ സംസാരിക്കുന്ന വാക്കുകളുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, all of us are aware of the fact that rights are nothing unless remedies are provided whereby people can seek to obtain to redress when rights are invaded. നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ടാകണം, അല്ലെ ബോധ്യമുള്ളൊരു കാര്യമാണ്, മനുഷ്യരുടെ മൗലികാവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടാൽ, അത് അപഹരിക്കപ്പെട്ടാൽ അതിന് പരിഹാരം കാണാൻ കഴിയുന്ന റെമഡീസ്, കൃത്യമായ പരിഹാര വ്യവസ്ഥകളില്ലാത്തിടത്തോളം കാലം അവകാശങ്ങൾക്ക് അർത്ഥമില്ല. അപഹരിക്കപ്പെടുമ്പോൾ, അവകാശങ്ങൾ കടന്നാക്രമിക്കപ്പെടുമ്പോൾ അതിന് പരിഹാരം കാണാനുള്ള വ്യവസ്ഥകളുടെ അഭാവത്തിൽ അവകാശങ്ങൾക്ക്, റൈറ്റ്സിന് അർത്ഥമില്ല എന്നാണ് അംബേദ്കർ ആ ഭരണഘടനാ ചർച്ചയുടെ ആരംഭത്തിൽ തന്നെ പറയുന്നത്. I would have expected some provision whereby it would have been possible for the state to make economic, social and political justice. അതുകൊണ്ട് ഈ ഭരണഘടനയിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് പൗരന്മാർക്ക് സാമ്പത്തികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ നീതി അത് ലഭ്യമാക്കാൻ കഴിയുന്ന വളരെ കൃത്യമായ പ്രൊവിഷൻസ്, കൃത്യമായ സംവിധാനങ്ങൾ ഭരണഘടനയിൽ ഉണ്ടാകണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ബാബാ സാഹേബ് അംബേദ്കർ പറയുന്നുണ്ട്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഭരണഘടന റെമഡികളെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്, പരിഹാരങ്ങൾ ഉള്ള ഒരു ഭരണഘടനയാണ്. രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വളരെ കൃത്യമായ പരിഹാരങ്ങളെ മുന്നോട്ട് വെക്കുന്ന അങ്ങേയറ്റം പ്രായോഗികമായ ഒരു പ്രാഗ്മാറ്റിക്കായ ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. നമ്മുടെ ഭരണഘടനയിൽ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളുണ്ട്. ശരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്നത് ഈ 2 ഭാഗങ്ങൾ ചേരുമ്പോഴാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഒന്നാമത്തെ പാർട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. എന്നാൽ രണ്ടാമത്തേത് അതുപോലെ തന്നെ പ്രാധാന്യമോ അതിനേക്കാൾ പ്രാധാന്യമോ കൽപ്പിക്കേണ്ട ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി മാറുന്നത്, ഹൃദയമായി മാറുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തെ വലിയ നിലക്കുള്ളൊരു സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനത്തിലേക്ക്, വിപ്ലവത്തിലേക്ക് നയിക്കാൻ ഒരു പുതിയ സാമൂഹ്യ സമത്വത്തിലധിഷ്ഠിതമായ, നീതിയിലധിഷ്ഠിതമായ ഒരു രാഷ്ട്ര പുനർനിർമ്മിതിയിലേക്ക് നയിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ മൗലികാവകാശങ്ങളെയും അതേപോലെ നിർദ്ദേശക തത്വങ്ങളെയും വളരെ സമർത്ഥമായി നമ്മുടെ ഭരണഘടനാ ശില്പി, ഭരണഘടനാ അംഗങ്ങളുടെ അനുമതിയോടെ വളരെ കൃത്യമായി വെൽഡ് ചെയ്തിരിക്കുന്നത്, കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊരു കാര്യം, നമുക്ക് ബ്രിട്ടൻ്റെ ഭരണഘടന ഇപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പ്രത്യേകിച്ച് പോസ്റ്റ് കൊളോണിയൽ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും എടുത്തു പറയാവുന്ന ഭരണഘടന എന്ന നിലയിൽ ബ്രിട്ടൻ്റെ ഭരണഘടന വരുന്നു, അമേരിക്കൻ ഭരണഘടന വരുന്നു, ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നു, അതേപോലെ ജർമ്മൻ്റെ ഭരണഘടനാ ഡോക്യുമെൻ്റ് വരുന്നു. ഇതിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഭരണകൂടം അവകാശങ്ങൾ പൗരന്മാർക്കായി പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ ആ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പൗരൻ്റെ കരുത്തിൻ്റെ കാര്യത്തിൽ, അവകാശങ്ങൾ അനുഭവിക്കാനുള്ള, അത് ലഭിക്കാനുള്ള പൗരൻ്റെ ശേഷിയുടെ കാര്യത്തിൽ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ ഭരണഘടനകൾക്ക് ഉത്തരമില്ല. അതുകൊണ്ടാണ് വലിയ സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ ഇന്ന് അമേരിക്കയും അതേപോലെ ബ്രിട്ടനെയും വേട്ടയാടുമ്പോൾ അവിടെ പരിഹാരങ്ങൾ ഭരണഘടനാപരമായി ഇല്ല. ഇത് ഭരണഘടനകൾ കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് വിശദമായ ചർച്ചകൾക്ക് നമുക്ക് കൊടുക്കാവുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഭരണഘടനയുടെ ഈ പാർട്ട് 4 അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ചെയ്യുന്നത് ഭരണഘടനയുടെ പ്രിയാമ്പിളിലും ഭരണഘടന മൗലികാവകാശങ്ങളിലും എന്തെല്ലാം അവകാശങ്ങളാണോ ഇന്ത്യയിലെ പൗരന്മാർക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത്, ആ അവകാശങ്ങളിലൂടെ ഏത് തരത്തിലുള്ള
ഒരു ക്ഷേമരാഷ്ട്രമാണോ നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നത്, ആ ക്ഷേമരാഷ്ട്രത്തെ യാഥാർത്ഥ്യമാക്കിയെടുക്കാനും ആ ക്ഷേമരാഷ്ട്രം മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങൾ അത് അനുഭവിക്കാനും കഴിയുന്ന രീതിയിൽ പൗരന്മാരെ എംപവർ ചെയ്യുന്ന ഒരു മെക്കാനിസം, ഓരോ പൗരനെയും വ്യക്തി എന്ന നിലയിൽ അവനെ ശാക്തീകരിക്കുന്ന, അവൻ്റെ സാമൂഹ്യസ്ഥിതിയെ മാറ്റുന്ന, അവൻ്റെ സാമ്പത്തികാവസ്ഥയെ മാറ്റുന്ന ഒരു വലിയ റവല്യൂഷണറി മെക്കാനിസം അഥവാ ഒരു നിശബ്ദ റവല്യൂഷനാണത്. അത് കൃത്യമായി ഈ ഭരണഘടനയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ നിലയ്ക്ക് പൗരന്മാരിലേക്ക് സമ്പത്തും വിഭവങ്ങളും എത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഭരണഘടന നിർവഹിക്കുന്നുണ്ട്, അഥവാ ഭരണഘടന DP ആ നിലയ്ക്ക് അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത്ര ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഒരു പക്ഷേ ഇത്ര ഒരു വിഷയം ഭരണഘടനയും അംബേദ്കറും ചേർത്ത് വെച്ചുകൊണ്ട് പാർലമെൻ്റ് അല്ല ഭരണഘടനയാണ് സുപ്രീം എന്ന് വീണ്ടും ഉറക്കെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന ചില സംഭവവികാസങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ അവരുടെ നേതാവും സാങ്കേതികമായി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായ ജഗദീപ് ധൻവർ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വലിയ വിവാദമായി. ഏത് കോണ്ടക്സ്റ്റിലാണ് അദ്ദേഹം പറയുന്നത് എന്ന കാര്യം നമുക്കറിയാം. ഭരണഘടന അങ്ങേയറ്റം വെല്ലുവിളിക്കപ്പെടുന്ന, ഭരണഘടനയെ ഭരണകൂടം തന്നെ തിരസ്കരിക്കുന്ന ഒരു കോണ്ടക്സ്റ്റിൽ ഈ ജഗദീപ് ധൻഖർ പറഞ്ഞ കാര്യം പാർലമെൻ്റാണ് സുപ്രീം എന്നാണ്. BJPയുടെ അഭിപ്രായമാണ്. ഇത് RSSൻ്റെ പ്രഖ്യാപനമാണ്. അവർ പറയുന്നു പാർലമെൻ്റാണ് സുപ്രീം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കും കൂടിയുണ്ട്, there cannot be any authority above them. പാർലമെൻറ്റിൻ്റെ മുകളിൽ മറ്റൊരധികാരവുമില്ല, മറ്റൊരധികാരവും സാധ്യമല്ല, അത് അനുവദിക്കില്ല എന്ന ഭാഷയിലാണ്. കാരണം ഈ പാർലമെൻറ്റ് ഇപ്പോൾ RSSൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ പാർലമെൻറ്റ് ഒരു റിലേറ്റീവ് മെജോറിറ്റി, അപേക്ഷിക ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഇന്ന് BJP എന്ന പാർട്ടിക്കാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ അവർ നിയന്ത്രിക്കുന്ന പാർലമെൻ്റാണ് എല്ലാത്തിനും മീതെ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റായി അവരുടെ ഒരു ആധിപത്യമാണ്, ഒരു പാർട്ടിയുടെ ആധിപത്യമല്ല. BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ആധിപത്യമല്ല, മോഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയോ പ്രധാനമന്ത്രിയുടെയോ അതുപോലെ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെയോ അങ്ങനെ ഒരു ചെറിയൊരു ക്യാബിനറ്റിൻ്റെയോ ആധിപത്യവുമല്ല. അതിനേക്കാൾ അധികം ജനാധിപത്യ ഭാവനകളെ തിരസ്കരിക്കുന്ന, എല്ലാ ജനാധിപത്യത്തെയും നിഷേധിക്കുന്ന, പൗരന്മാരുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധാത്മകമായി കാണുന്ന ഒരു ഫാസിസ്റ്റ് ദർശനത്തിൻ്റെ, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടി സമഗ്രാധിപത്യമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷമുള്ളൊരു പാർലമെൻറ്റാണ് ഇനി എല്ലാം തീരുമാനിക്കുക എന്നാണ് പറയുന്നത്. അതിന് ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ, 2 മാസം കൂടി കഴിയുമ്പോൾ BJPയെ നിയന്ത്രിക്കുന്ന, അതിന് ജന്മം നൽകിയ RSSൻ്റെ 100ാം വാർഷികം വരുമ്പോൾ ഇന്ത്യ ഒരു മതാധിഷ്ഠിത ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള സമയം നോക്കി കുറിപ്പടിയെടുത്തിരിക്കുകയാണ്. അവർ സമയക്കുറിപ്പടിയെടുത്തിരിക്കുകയാണ്. അത്തരൊരു കോണ്ടക്സ്റ്റിൽ കോടതിക്കോ ഭരണഘടനയ്ക്കോ ഒന്നും പ്രസക്തിയില്ല. ഇനിയെല്ലാം ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർ നിശബ്ദമായി അനുസരിച്ചോണം എന്ന് പറയുന്ന ഒരു കോണ്ടക്സ്റ്റാണ്. ഈ കോണ്ടക്സ്റ്റിലാണ് സ്വാഭാവികമായും രാജ്യസ്നേഹികളായ ഇന്ത്യൻ ജനത എഴുന്നേറ്റ് നിന്ന് പറയുന്നു, പാർലമെൻ്റ് അല്ല. അങ്ങനെ ജനങ്ങൾ പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഈ ജഗദീപ് ധൻഖറിന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി മറുപടി പറയാൻ കെൽപ്പുള്ള ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇപ്പം നമുക്കുണ്ടായിരിക്കുന്നു എന്ന കാര്യവും അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം ചീഫ് ജസ്റ്റിസ് BR ഗവായി, അദ്ദേഹത്തെ അക്കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടതുണ്ട്. നമുക്കൊരുപാട് ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസുമാരെയും ഒക്കെ വാഴിച്ച ഒരു രാഷ്ട്രമാണ്. 52ാമത്തെ ചീഫ് ജസ്റ്റിസായിട്ടാണ് മഹാരാഷ്ട്രക്കാരനായ ഈ BR ഗവായി പ്രതിജ്ഞ ചെയ്യുന്നത്. അദ്ദേഹം സ്ഥാനമേറ്റ ഉടനെ തന്നെ
അദ്ദേഹം സ്വന്തം ജന്മനാട്ടിലേക്ക് അമരാവതിയിലേക്ക്, മഹാരാഷ്ട്രയിലെ അമരാവതിയിലേക്ക്, അവിടുത്തെ ഗോവ മഹാരാഷ്ട്ര അസംബ്ലികൾ സംയുക്തമായി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. അങ്ങനെ സ്വന്തം നാട്ടിൽ ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റ BR ഗവായി സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ലോയേഴ്സ് കോൺഫറൻസിൻ്റെയും കൂടി ഭാഗമാണ്. അതിൽ പ്രസംഗിക്കുമ്പോഴാണ് ആ സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് നോക്കുക. നെയ്തർ ദ പാർലമെന്റ് നോർ ദി എക്സിക്യൂട്ടീവ് ഈവൻ നോർ ദ ജുഡീഷ്യറി ആർ സുപ്രീം എന്നാണ് പറഞ്ഞത്. ഏത് ചീഫ് ജസ്റ്റിസും പറയാൻ ആഗ്രഹിക്കുക അയാൾക്ക് അധികാരമുള്ള ആ ജുഡീഷ്യറിയാണ് ഏറ്റവും വലുതെന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ചീഫ് ജസ്റ്റിസുമാരുണ്ട് നമ്മുടെ രാജ്യത്ത്. സുപ്രീം കോടതി സുപ്രീം എന്ന് പറഞ്ഞവർ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ BR ഗവായി പറഞ്ഞത് നെയ്തർ ദ പാർലമെന്റ് നോർ ദി എക്സിക്യൂട്ടീവ് നോട്ട് ഈവൻ ദ ജുഡീഷ്യറി ആർ സുപ്രീം. ഈ ജുഡീഷ്യറിയോ, ഈ പാർലമെന്റോ, ഈ എക്സിക്യൂട്ടീവോ ഇതൊന്നുമല്ല സുപ്രീം. ഇറ്റ് ഈസ് ഓൺലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഈസ് സുപ്രീം. ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ് അന്തിമം. അതുകൊണ്ട് അധികാരത്തെ ഫാസിസത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലൂടെ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെയും നമ്മുടെ പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ കയറി അധികാരത്തിൻ്റെ പിടിമുറുക്കി രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും കഴുത്തി ജരിക്കുന്ന ഒരു ഭരണകൂടത്തോട് ആ രാഷ്ട്ര സംവിധാനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ പടവുകളിൽ കയറി നിന്നുകൊണ്ടാണ് BR ഗവായി പറയുന്നത് ഈ പാർലമെൻറ്റിന് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത് അൾട്ടിമേറ്റ് അല്ല എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു, പാർലമെൻറ്റിന് ഭരണഘടന വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ഭരണഘടന അനുസരിച്ച് അമെൻമെൻറ്റ്സ് കൊണ്ടുവരാം, ഭരണഘടനയെ തന്നെ തിരുത്താം. പക്ഷേ എവിടെ വരെ, എത്രത്തോളമാണ്? അതിനും നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നുണ്ട്, ഇറ്റ് കനോട്ട് ആൾട്ടർ ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. ഭരണഘടന വേണം തിരുത്താം, പക്ഷേ അതിൻ്റെ മൗലികമായ ഘടനയെ, ബേസിക് സ്ട്രക്ചറിനെ തിരുത്താൻ പാർലമെന്റിന് അവകാശമില്ല. അത് ആർക്കും സാധിക്കില്ല. ഈവൻ ജുഡീഷ്യറിക്ക് പോലും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ആൾട്ടർ ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു അടിസ്ഥാനപരമായി ഇന്ത്യയിലെ പൗരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സുപ്രീം കോടതിയുടെ ചില മുൻകാല വിധികൾ ഈ കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ട്. ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നിർവചിച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന പ്രിയാമ്പിൾ പറയുന്ന കാര്യങ്ങളൊക്കെയും, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്. ഈ രാജ്യത്തെ സാമൂഹ്യനീതിയുടെ തത്വങ്ങൾ, രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന ജനതയോട്, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളോട്, ന്യൂനപക്ഷങ്ങളോട്, സ്ത്രീകളോട്, അധ്വാനിക തൊഴിലാളികളോട് ഒക്കെ ഈ രാഷ്ട്രം പുലർത്തേണ്ട മര്യാദകളെ സംബന്ധിച്ച് പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെയും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്. മതേതരത്വം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറാണ്. അല്ലെങ്കിൽ ആധുനിക സ്വഭാവത്തിൽ ബഹുസ്വരത എന്ന് പറയുന്നത്. അതിനെയൊന്നും ഭേദഗതി ചെയ്യാൻ ഒരു ഭരണത്തിനും ഒരു അധികാരത്തിനും സാധിക്കുകയില്ല. ഇത് നമ്മുടെ കേരളത്തിൽ 1973 കേശവാനന്ദ ഭാരതി സ്റ്റേറ്റ് ഓഫ് കേരള വിധി വരുന്നത്. പിന്നീട് 81 82 രാജസ്ഥാൻ മിനർവ മിൽ വേഴ്സസ് രാജസ്ഥാൻ വിധി സുപ്രീം കോടതി വരുന്നത്. ഈ വിധികളിലൊക്കെ അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ബേസിക് സ്ട്രക്ചറിനെ ഒന്നും വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണെങ്കിലും ആ തത്വങ്ങളെ ഒരിക്കൽ കൂടി നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നത് ഒരു വലിയ മറുപടിയാണ്. അത് നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്. ഇനി ഈ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷനാണ് സുപ്രീം എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. എപ്പോഴെല്ലാം നമ്മുടെ രാഷ്ട്രം വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ, എപ്പോഴെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഭരണഘടനാപരമായ തത്വങ്ങളും ഭരണഘടനാപരമായ വ്യവസ്ഥകളും ആക്രമിക്കപ്പെടുന്നു, അപ്പോഴെല്ലാം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശ്രയിക്കാനുള്ള ഒരേ ഒരു ടെക്സ്റ്റ് ഈ ഭരണഘടന മാത്രമാണെന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നോക്കുക. പൗരത്വ പ്രക്ഷോഭത്തെ എടുത്താൽ, കർഷകരുടെ പ്രക്ഷോഭങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, ഇന്ത്യയിൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസം പിച്ചി ചീന്തുകയാണ്. സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെയും നമ്മുടെ കരിക്കുലത്തെയും നമ്മുടെ അക്കാദമിക് പ്രാക്ടീസുകളെയും എല്ലാം ഇന്ന്
ഒരുതരം കാവി പുതപ്പിച്ച് വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവിടെ ചെറുത്തു നിൽക്കുന്നത് ഒന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം, രണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന വൈജ്ഞാനിക ലോകം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന നമ്മുടെ അക്കാദമിഷ്യന്മാർ. സംഘപരിവാർ ഏറ്റവും അധികം ഇന്ന് വേട്ടയാടുന്ന ടാർഗറ്റ് ചെയ്യുന്നത് ഒന്ന് ഈ യുവ നേതൃത്വങ്ങളെയാണ്, രണ്ട് അവരെ കൃത്യമായി രാഷ്ട്രമീമാംസയും സാമൂഹ്യശാസ്ത്രവും ധനതത്വശാസ്ത്രവും പൗരാവകാശങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഇന്ത്യൻ സർവകലാശാലകളിലെ അധ്യാപകരാണ്. ടെൽട്ടുംബിളെ പോലെയുള്ള അല്ലെ സായിബാബയുടെ കാര്യം നമുക്കറിയാം. ഭരണകൂടത്താൽ വേട്ടയാടപ്പെട്ട് അവസാനം ജീവൻ നഷ്ടപ്പെട്ട സായിബാബയുടെ കാര്യം പ്രൊഫസറാണ്. അങ്ങനെയുള്ള എത്രയോ അക്കാദമിഷ്യന്മാർ, ഡൽഹി ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലെ അപൂർവാനന്ദ്, അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് അക്കാദമിഷ്യന്മാർ ഇന്ന് ജയിലറകളിലാണ്. നമ്മുടെ ഇൻ്റലക്ച്വൽസാണ് ജയിലിൽ. ലോകത്തെവിടെയാണ് ഇൻ്റലക്ച്വൽസിനെ പിടിച്ച് ജയിലിടുന്നു, അധ്യാപകരെ പിടിച്ച് ജയിലിലടയ്ക്കുന്നു, അവരെ ഭീകരമായി കൊല ചെയ്യുന്നു. കൽബുർഗിയുടെ കാര്യം നിങ്ങൾക്കറിയാം. കർണാടകയിലെ ഹംപി സർവകലാശാലയിലെ സീനിയർ അക്കാദമിഷ്യനാണ്, വൈസ് ചാൻസലർ ആയിരുന്നു. കോളിംബെൽ അമർത്തി വിളിച്ചുണർത്തി വെളുപ്പാങ്കാലത്ത് നെഞ്ചിലേക്ക് വെടിയുതിർക്കുകയാണ്. രാഷ്ട്രത്തിന് വേണ്ടി ശബ്ദിച്ചതിന്, മതേതരത്വം ഉയർത്തിപ്പിടിച്ചതിന്, പൗരാവകാശങ്ങൾ ഈ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതിന് ഈ രീതിയിലുള്ള വെല്ലുവിളികൾ വരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ വിദ്യാർത്ഥികളുടെ കയ്യിലുള്ളത് ഭരണഘടനയാണ്, തൊഴിലാളികളുടെ കയ്യിലുള്ള ഭരണഘടനയാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റ് ഇന്ന് അങ്ങനെ ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പാർലമെൻറ്റ് ഇന്ന് ഒരു തരം പാരാലിസിസിലാണ്. ഒരു ജനാധിപത്യത്തിൽ, ഒരു പാർലമെൻ്ററി ഡെമോക്രസിയിൽ ജനങ്ങൾക്ക് വേണ്ടി അഭിപ്രായം പറയേണ്ട ജനപ്രതിനിധികൾ അവരുടെ നാവ് ചലിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ആ പാർലമെൻറ്റിലെ ഡിബേറ്റുകളിലൂടെയാണ്, പാർലമെൻറ്റിലെ സംവാദങ്ങളിലൂടെയാണ്, പാർലമെൻറ്റിലെ ഓപ്പൺ ചർച്ചകളിലൂടെയാണ് ജനങ്ങളെ ബാധിക്കുന്ന ഏത് നിയമങ്ങളും നടപ്പിലാക്കേണ്ടത്, നിർമ്മിക്കേണ്ടത്, അത് വ്യാഖ്യാനിക്കേണ്ടത്, അത് പ്രയോഗിക്കേണ്ടത്. പക്ഷേ നമ്മുടെ ഡെമോക്രസിയുടെ അവസ്ഥ എന്താണ്? പാർലമെൻറ്റിന് ഇന്ന് എന്ത് റോളാണുള്ളത്? പാർലമെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഭരിക്കുന്ന പാർട്ടിയുടെ ആധിപത്യത്തിൻ്റെ പേരല്ല. ജനാധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഡെമോക്രസിയെ വായിക്കുമ്പോൾ പാർലമെൻറ്റിൽ ഭരണകൂടത്തേക്കാൾ വലിയ പ്രാധാന്യം, ഭരിക്കുന്ന പാർട്ടിയേക്കാൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രാധാന്യമുള്ളത് പ്രതിപക്ഷത്തിനാണ്. റോൾ ഓഫ് ഒപ്പോസിഷൻ. ഇത് ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ഡെമോക്രസിയെ സംബന്ധിച്ച സങ്കല്പങ്ങളിൽ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ പ്രതിപക്ഷത്തിൻ്റെതാണ്. നമ്മുടെ പ്രതിപക്ഷത്തെ ഭൂരിപക്ഷം എംപിമാരെയും സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ട് പ്രതിപക്ഷത്തിൻ്റെ മുൻനിരക്കാരനായ രാഹുൽ ഗാന്ധി അടക്കം മോഡിയെ ചോദ്യം ചെയ്തതിന്, മോഡിയുടെ പിന്നിലുള്ള അദാനിമാരുടെ സാമ്പത്തിക തട്ടിപ്പുകളെ തുറന്നു കാട്ടിയതിന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുന്നു. അങ്ങനെ പുറത്തു നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായി നമ്മുടെ പാർലമെൻറ്റിൽ നിയമം ചുട്ടെടുക്കുന്നു. ഇതിനെങ്ങനെ ഡെമോക്രസി എന്ന് വിളിക്കാൻ കഴിയുക? അപ്പോൾ ഈ പാർലമെൻറ്റിനെ ഇങ്ങനെ നള്ളിഫൈ ചെയ്യുന്നൊരു പശ്ചാത്തലം. പക്ഷേ നമ്മളൊരു കാര്യം കണ്ടു, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭരണഘടനയുടെ ഏതാണ്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ, 75ാം വാർഷികം അത് ആഘോഷിക്കുന്ന വേളയിൽ അമിത്ഷാ പറഞ്ഞ കാര്യം ഈ കോണ്ടക്സ്റ്റിൽ വളരെ പ്രസക്തമാണ്. നമ്മൾ മറന്നിട്ടില്ല. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, BJPയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്, അയാളുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ചെയ്ത കാര്യം പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് ചെന്നിട്ട് അവിടെ തൊട്ടു വണങ്ങിയതോ വലിയ കാര്യമാണ്. ക്ഷേത്രം പോലെയാണ് പാർലമെൻ്റ് എന്ന് പറഞ്ഞ് തൊട്ടു വണങ്ങിപ്പോയതാണ്. ഇവരെല്ലാം പ്രതിജ്ഞ എടുക്കുന്നത് ഭരണഘടന വെച്ചുകൊണ്ടാണ്, ഭരണഘടനയുടെ പേരിലാണ്. അങ്ങനെയുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭരണഘടനയുടെ 75ാം വാർഷികം കഴിഞ്ഞ നവംബർ മാസം 26-ാം തീയതിയാണ് ഭരണഘടനാ ദിനം. 25-ാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭരണഘടന 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സ്വാഭാവികമായും ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. എല്ലാവരും ഭരണഘടനയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. സ്വാഭാവികമായും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ആ ഭരണഘടനാ ചർച്ചകളിൽ ഇന്ത്യൻ ഭരണഘടനാ മുഖ്യശില്പിയായ
മഹാനായ ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച് വാഴ്ത്തുക, അപദാനങ്ങൾ പറയുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഡോക്ടർ അംബേദ്കറുടെ സംഭാവനകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം. ഒരു മനുഷ്യൻ മാത്രം അങ്ങേയറ്റം അലങ്കോലപ്പെടുന്നു. അയാളുടെ അസ്വസ്ഥതകൾക്കൊപ്പം അയാളുടെ പാർട്ടിയിൽപ്പെട്ടവരും ഒത്തുചേരുന്നു. ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സമനില തെറ്റിയവനെ പോലെ അമിത്ഷാ ചാടി എഴുന്നേറ്റ് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ അംബേദ്കർ 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 എന്ന് പറയുന്നത്? അംബേദ്കറുടെ പേര് പറയുന്നതിനേക്കാൾ ദൈവനാമം വിളിച്ചാൽ, രാമനാമം വിളിച്ചാൽ, ഇങ്ങനെ ആവർത്തിച്ച് വിളിച്ചാൽ സ്വർഗത്തിൽ പോകാം. പക്ഷേ എന്തിനാണ് അംബേദ്കറുടെ പേര് പറയുന്നത്? ക്ഷോഭിക്കുകയാണ്. മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ എഴുതിയ ഭരണഘടന വെച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു രാജ്യത്ത് ഒരു കേന്ദ്രമന്ത്രി, ആഭ്യന്തരമന്ത്രി ഇങ്ങനെ കോപാകുലനായി, പ്രകോപിതനായി അംബേദ്കറെ ആക്ഷേപിക്കുകയാണ്. പാർലമെന്റിന്റെ ഫ്ലോറിൽ ഡോക്ടർ BR അംബേദ്കർ ആക്ഷേപിക്കപ്പെട്ടു. രാജ്യവ്യാപകമായി പ്രതിഷേധമുണ്ടായി. ഇന്ത്യയിലെ ജനകോടികൾ, രാജ്യസ്നേഹികളായ ജനങ്ങൾ അതിനെതിരെ രംഗത്ത് വന്നു. പക്ഷെ നമ്മൾ കണ്ടൊരു കാഴ്ച എന്താണ്? ഞാൻ ബഹുമാനിക്കുന്നു രാഹുൽ ഗാന്ധി, ഒരു യുവ നേതാവ് എന്ന നിലയിൽ ഇന്ത്യയിലെ ജനാധിപത്യം ആഗ്രഹിക്കുന്ന ഏത് പാർട്ടിക്കും അപ്പുറം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സിമ്പലായി ബനിയൻ ഇട്ടുകൊണ്ടാണ് വന്നത്. ഡോക്ടർ അംബേദ്കറുടെ ചിത്രം ബനിയനിൽ പതിപ്പിച്ച് ഐ ആം അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വന്ന് നരേന്ദ്രമോദിയുടെയും അതേപോലെ അമിത്ഷായുടെയും BJP-ക്കാരുടെ മുമ്പിൽ ആ ബനിയൻ ഇട്ടുകൊണ്ടുവന്നു. ഐ ആം അംബേദ്കർ. അതും മറ്റൊരു മറുപടിയാണ്. മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അവരുടെ കയ്യിൽ ഭരണഘടനയും, ഒരു കയ്യിൽ ഭരണഘടനയും മറ്റേ കയ്യിൽ ഡോക്ടർ അംബേദ്കറുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ഒരു പ്രതീക്ഷാനിർഭരമായ ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇതൊരു കോണ്ടെക്സ്റ്റാണ്. ശരിക്കും ഒരു യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ രാജ്യത്തെ പൗരന്മാർ, ഭരണഘടനയെ റെസ്പെക്റ്റ് ചെയ്യുന്ന, ഭരണഘടന ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, അവരോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ. മറുപക്ഷത്ത് ഈ ഭരണഘടന അംഗീകരിക്കാത്ത, ഇപ്പോഴും മനുസ്മൃതിയാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കണം എന്നാഗ്രഹിക്കുന്ന, മനുസ്മൃതിയെയും പഴയ ചാതുർവർണ്ണ്യത്തെയും ബ്രാഹ്മണ മേൽക്കോയ്മയും ജാതി വ്യവസ്ഥയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഈ ഫാസിസ്റ്റ് വർഗീയ സമഗ്രാധിപത്യ ശക്തികൾ മറുഭാഗത്ത്. ഇങ്ങനെയുള്ളൊരു യുദ്ധമുഖം ഇന്ന് നമ്മുടെ രാജ്യത്ത് തുറക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഭരണഘടനയെ സംബന്ധിച്ചും അതിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചും അംബേദ്കറുടെ ജനാധിപത്യ ഭാവനകളെക്കുറിച്ചുമൊക്കെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇനി മറ്റൊന്ന്, നമ്മുടെ ഒരു കൊളോണിയൽ ഇന്ത്യയിൽ നിന്നാണല്ലോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പം ശരിക്കും ഒരു കൊളോണിയൽ ഇന്ത്യയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലേക്കുള്ള രാഷ്ട്രത്തിൻ്റെ സഞ്ചാരത്തിന് ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത മഹാനായിരുന്നു ബാബാ സാഹേബ് BR അംബേദ്കർ. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏകദേശം 1919 സൗത്ത് ബറോ കമ്മിറ്റി മുതൽ വട്ടമേശ സമ്മേളനങ്ങളുടെ, അല്ലെങ്കിൽ ഈ സൈമൺ കമ്മീഷൻ്റെ കാലഘട്ടം, വട്ടമേശ സമ്മേളനങ്ങൾ 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടം, ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം ജനാധിപത്യപരമായി തീരുമാനിക്കപ്പെടേണ്ട ചർച്ചകളാണ് നടക്കുന്നത്. ഇന്ത്യയുടെ ഭാവി എങ്ങനെയായിരിക്കണം? കേവലം ഒരു പോസ്റ്റ് കൊളോണിയൽ അവസ്ഥ മാത്രമല്ല, ബ്രിട്ടീഷുകാർ കേവലം ഇന്ത്യ വിട്ടു പോകുന്നതല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ നീതിയും അവകാശങ്ങളും ലഭിക്കുന്ന ഒരു ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഭാവനകൾ, സങ്കല്പങ്ങൾ, പ്രതീക്ഷകൾ, അതിനുത്തരം തേടുന്ന ചർച്ചകളാണ് സൗത്ത് ബറോ കമ്മിറ്റിയിലും സൈമൺ കമ്മീഷന് മുമ്പാകെ നടക്കുന്ന നിവേദനങ്ങൾ സമർപ്പണങ്ങളിലും വട്ടമേശ സമ്മേളനങ്ങളിലെ സംവാദങ്ങളിലും 1945 അല്ലെ 46 രൂപം കൊള്ളുന്ന ക്യാബിനറ്റ് മിഷൻ, അതിൻ്റെ തീരുമാനപ്രകാരമുള്ള ഭരണഘടനാ അസംബ്ലിയിലുമൊക്കെ നടക്കുന്നത്. ഇന്ത്യ, നമ്മൾ ഇന്ന് ഒരുപക്ഷെ ഭരണഘടനാപരമായി നമ്മൾ വിഭാവനം ചെയ്യുന്ന ഈ ഇന്ത്യ, ആ ഇന്ത്യ എന്ന ആശയം, അതിനെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളാണ്. ഒരുപക്ഷെ അത്തരം സംവാദങ്ങളിലുടനീളം ഏറ്റവും അധികം ഇടപെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു എന്ന കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് അത്തരം ഇടപെടലുകളാണ്
അംബേദ്കറോടൊപ്പം ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും സാമൂഹ്യനീതിയുമൊക്കെ ഈ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻ നടത്തിയവരെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും അധികം നീതി നിഷേധങ്ങൾക്കും വംശഹത്യകൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും വിധേയരാകുന്ന സമൂഹങ്ങൾ ഏതൊക്കെയാണോ ആ സമൂഹങ്ങളിൽപ്പെട്ട നവോത്ഥാന നായകന്മാരാണ്, സാമൂഹ്യ വിപ്ലവകാരികളായ നേതാക്കളാണ് ചരിത്രത്തിൽ ഒരു ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള ജനാധിപത്യ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകളിൽ അംബേദ്കറോടൊപ്പം കൂടെ നിന്നത്. ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാര്യം ഞാൻ സൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 1935 തമിഴ്നാട്ടിൽ ഒരു മഹത്തായ സമ്മേളനം നടക്കുന്നുണ്ട്. 1935 ഓർക്കണം. ആ സമ്മേളനത്തിൽ 3 പ്രധാനപ്പെട്ട വ്യക്തികളാണ് പങ്കെടുക്കുന്നത്. അന്നത്തെ അത് അവിഭക്ത ഇന്ത്യയാണല്ലോ. ഒന്ന് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപ്ലവകാരിയായ നവോത്ഥാന നായകനായ ബ്രാഹ്മണ മേൽക്കോയ്മയെ വെല്ലുവിളിച്ച ഇ വി രാമസ്വാമി നായ്ക്കർ, മഹാനായ ബാബാ സാഹേബ് ബി ആർ അംബേദ്കർ, ഒപ്പം മുഹമ്മദ് അലി ജിന്ന. ഈ 3 ദേശീയ വ്യക്തിത്വങ്ങൾ ഒന്നിച്ചു പങ്കെടുക്കുന്ന മഹത്തായ സമ്മേളനമാണ്. എവിടെ നടക്കുന്നു? മദ്രാസിൽ. ആ സമ്മേളനത്തിൽ അവർ ഉയർത്തിയൊരു പ്രമേയമുണ്ട്. ആ പ്രമേയം എന്ന് പറയുന്നത് അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയുള്ള ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഈ ഏകീകൃത ഇന്ത്യക്ക് വേണ്ടിയുള്ളൊരു ഭരണഘടന എന്ന് പറയുന്ന ഒരു ആശയം ഉയർത്തുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആശയം, ഭരണഘടന രൂപപ്പെടുക എന്ന് പറയുന്ന അത്തരം ഒരു ആശയത്തെ നേരത്തെ കൂടി തന്നെ താലോലിച്ച സമൂഹങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ വ്യക്തമാണ്, മറ്റാരുമല്ല. അപ്പം ഈ രീതിയിലുള്ള അത്തരം കൂട്ടായ്മകൾ 35 36 ഓക്കെ. ഈ രൂപത്തിൽ ക്യാബിനറ്റ് മിഷന്റെ പ്രപ്പോസൽ പ്രകാരം നമ്മുടെ രാജ്യത്തൊരു ഭരണഘടന വരുന്നു. അത് ഈ രാജ്യത്ത് വെറുതെ അടിച്ചേൽപ്പിച്ചതല്ല. ഇന്ത്യയിലെ ദലിതരും ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വവും, കൃത്യമായി ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം ഒരുപക്ഷെ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ ഭരണഘടന വേണമെന്ന് ഏറ്റവും ശക്തമായി ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ട ഒരു സമുദായം ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. അംബേദ്കറും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാക്കളും ഇതേ ആവശ്യം ഉയർത്തിപ്പിടിക്കുന്നു. ഇനി ഞാൻ പറയുന്നത് ഈ ഭരണഘടന നിർമ്മാണത്തിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഞാൻ പറഞ്ഞു അംബേദ്കർ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിന് ഭരണഘടന വേണമെന്ന് പറയുന്ന ഒരു ആവശ്യം വരുന്നു. ഏതാണ്ട് 1945 ക്യാബിനറ്റ് മിഷൻ, ക്രിപ്സ് മിഷൻ നിർദ്ദേശിക്കുകയാണ് ഭരണഘടനാ അസംബ്ലി ഉണ്ടാക്കണം. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെൻറ്റാണ്. അങ്ങനെയാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ പ്രവിശ്യകളിൽ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അത്തരം ജനപ്രതിനിധികൾ അടങ്ങുന്ന ഒരു ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കണം എന്ന് ക്യാബിനറ്റ് മിഷൻ തീരുമാനിക്കുന്നു 45. ആ തീരുമാനപ്രകാരം 1946 ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഡോക്ടർ അംബേദ്കർ ഇന്ത്യയുടെ ഏറ്റവും വലിയ നിയമജ്ഞനാണ്. ബ്രിട്ടനിലെ ഗ്രേസ് ഇന്നിൽ പോയി നിയമം പഠിച്ച ആളാണ്. ലോകത്തെ ഏറ്റവും വലിയ നിയമപണ്ഡിതന്മാരുടെ ഇടയിൽ അന്ന് തന്നെ ശ്രദ്ധേയനായ മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അങ്ങനെയുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം, പ്രതിബദ്ധത, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അത് വിനിയോഗിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭരണഘടനാ അസംബ്ലിയിലേക്ക് ഒരംഗമാകാൻ ബോംബെയിൽ അദ്ദേഹം മത്സരിക്കുന്നു. എന്തായിരുന്നു അംബേദ്കറോട് ഇന്ത്യയിലെ സവർണ രാഷ്ട്രീയ നേതൃത്വം പുലർത്തിയത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ദയനീയമായി നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറെ അദ്ദേഹത്തിൻ്റെ ബോംബെയിൽ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ തോൽപ്പിച്ചു. ഭരണഘടനാ അസംബ്ലിയിലേക്ക് മത്സരിച്ച് ജയിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ വരാൻ കഴിയാതെ തോറ്റ് നിരാശനായി മാറേണ്ടി വന്ന ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം വന്നത്? അദ്ദേഹം വന്നതിൻ്റെ ചരിത്രവും നമ്മൾ അറിയണം. അദ്ദേഹം വന്നത് ബോംബെയിൽ പരാജയപ്പെട്ട ഡോക്ടർ അംബേദ്കർ ബംഗാളിൽ നിന്നുമാണ്. ഈസ്റ്റ് ബംഗാളിൽ ജയ്സൂർ എന്ന് പറയുന്ന മണ്ഡലമുണ്ട്. ആ ജയ്സൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നുമാണ് ജയിച്ചു വന്നത്. ബോംബെയിലാണല്ലോ മത്സരിച്ചത്. ജയ്സൂരിൽ നിന്ന് ജയിച്ചു വന്നത് മറ്റൊരാളാണ്. പിന്നെ എങ്ങനെയാണ് അംബേദ്കർ വരാൻ പറ്റിയത്? ആ ചരിത്രം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജയ്സൂർ മണ്ഡലത്തിൽ ജയിച്ചു വന്നത്
യോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന് പറയുന്ന ഒരു ദലിതനാണ്. യോഗേന്ദ്രനാഥ് മണ്ഡൽ അയാൾ സാമുദായികമായി ഡോക്ടർ ബാബാ സാഹേബ് BR അംബേദ്കറുടെ അനുയായിയാണ്, ദലിതനാണ്. രാഷ്ട്രീയമായി ജിന്നയുടെ അനുയായിയായ മുസ്ലിം ലീഗിൻ്റെ ഫോളോവറായിരുന്നു. ഈ യോഗേന്ദ്രനാഥ് മണ്ഡലിനോടാണ് ജിന്ന പറയുന്നത്, അംബേദ്കറെ പോലൊരു നിയമ പണ്ഡിതൻ, അംബേദ്കറെ പോലുള്ള മഹാനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പാർലമെന്റിന് പുറത്ത് നിൽക്കുമ്പോൾ, ഈ പറയുന്ന ഭരണഘടനാ അസംബ്ലിക്ക് പുറത്ത് നിൽക്കുമ്പോൾ, മിസ്റ്റർ മണ്ഡൽ താങ്കളല്ല അംഗമായി നിൽക്കേണ്ടത്, അതുകൊണ്ട് രാജിവെക്കണം എന്ന് യോഗേന്ദ്രനാഥ് മണ്ഡലിനോട് ആവശ്യപ്പെടുന്നത് ചരിത്രത്തിൽ മുഹമ്മദ് അലി ജിന്നയാണ്. മണ്ഡൽ രാജിവെച്ചു. ആ സീറ്റിലാണ് ഡോക്ടർ അംബേദ്കർ മത്സരിക്കുന്നത്. 5 വോട്ടുകൾ മതി, കാരണം ഇലക്ട്രൽ വോട്ടുകളാണ് ജയിച്ചു വരാൻ. പക്ഷേ ഡോക്ടർ അംബേദ്കർക്ക് 6 വോട്ടുകൾ കിട്ടിക്കൊണ്ടാണ് ബാബാ സാഹേബ് BR അംബേദ്കർ ഈ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ജയിച്ച് ഭരണഘടനാ അസംബ്ലിയിലേക്ക് വരുന്നത്. ഇന്ന് ഭരണഘടന എഴുതിച്ചത് അംബേദ്കറെ കൊണ്ട് ഞങ്ങളാണെന്ന് പറയുമ്പോഴും, അംബേദ്കറെ ഇന്ത്യൻ ഭരണഘടന എഴുതാൻ നമ്മൾ അനുവദിച്ചില്ലേ എന്നൊക്കെ പറയുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും, അവിഭക്ത ഇന്ത്യയിലെ ജിന്ന, വിഭജനാനന്തരം ജിന്നയെക്കുറിച്ചുള്ള നറേറ്റീവുകൾ എന്തുമാകട്ടെ, പക്ഷേ അന്ന് ഒന്നിച്ചു നിന്ന ഒരു കാലത്ത് അംബേദ്കർ ഭരണഘടന എഴുതണമെന്ന് ആഗ്രഹിച്ച ഒരു പൊളിറ്റീഷ്യനായിരുന്നു ജിന്ന എന്ന കാര്യത്തിന് ചില ചരിത്രപരമായ പ്രാധാന്യങ്ങളുണ്ട്. അത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് ഡോക്ടർ അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിലേക്ക് വരുന്നത്. അങ്ങനെ ഏതാണ്ട് 389 ആൾക്കാരുള്ള ഭരണഘടനാ അസംബ്ലിയിലാണ് മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ ഒരുവനായി വരുന്നത്. നമുക്കറിയാം, യോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ സ്ഥാനത്ത് നിന്ന് ജയിച്ച് ഭരണഘടനാ അസംബ്ലിയിലേക്ക് വന്ന അംബേദ്കർ, പക്ഷേ അപ്പോഴും അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എഴുതണമെന്ന് ആരെങ്കിലും നമ്മുടെ രാജ്യത്തെ സവർണർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ നേതൃത്വങ്ങളായ ബ്രാഹ്മണ സവർണ മേധാവികളിൽപ്പെട്ട അന്നത്തെ വലിയ മുഖങ്ങളൊന്നും അംബേദ്കർ ഈ ഭരണഘടന എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുമോ എന്ന ചോദ്യം പ്രധാനമാണ്. അവർ ആരെയാണ് പോയി കണ്ടത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇംഗ്ലണ്ടിലേക്ക് പറക്കുകയാണ്. അവർ ബ്രിട്ടനിൽ ചെന്ന് കാണുന്നത് ഐവർ ജെന്നിസ് എന്ന് പറയുന്ന ലോകോത്തര നിയമ പണ്ഡിതനെയാണ്. നമുക്കറിയാം, ലോകത്തെ പല ഭരണഘടനകളും എഴുതി കൊടുത്തിട്ടുള്ള വലിയ പ്രശസ്തനായ വില്യംസ് ഐവർ ജെന്നിസ്. അദ്ദേഹത്തെ പോയി കാണുകയാണ്. അദ്ദേഹത്തോട് പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, അതുകൊണ്ട് ഏഷ്യയിലെ പല രാജ്യങ്ങൾക്കും ഭരണഘടന എഴുതി കൊടുത്തു. പാകിസ്ഥാൻ്റെ ഭരണഘടന നിർമ്മാണത്തിൽ അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട്. അങ്ങനെ പല രാഷ്ട്രങ്ങളുടെയും. അങ്ങനെയുള്ള വില്യംസ് ഐവർ ജെന്നിങ്സിനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്, ഇന്ത്യക്കൊരു ഭരണഘടന എഴുതി തരണം. വിജയലക്ഷ്മി പണ്ഡിറ്റിനോടും കൂടെപ്പോയ സംഘത്തോടും ഐവർ ജെന്നിസ് പറഞ്ഞ മറുപടി എന്താണ്? ഇന്ത്യയിൽ മഹാനായ ഒരു പണ്ഡിതൻ ജീവിച്ചിരിക്കുന്നു, ഒരു നിയമജ്ഞൻ ജീവിച്ചിരിക്കുന്നു. അദ്ദേഹമുള്ളപ്പോൾ ഈ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുതാൻ നിങ്ങൾ എൻ്റെ അടുത്തല്ല വരേണ്ടത്, നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണൂ. ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഐവർ ജെന്നിസ് എന്ന് പറയുന്ന ഈ ലോക നിയമ പണ്ഡിതൻ പറയുന്ന മറുപടി ബഹുമാന പുരസ്സരം ഡോക്ടർ അംബേദ്കർ എന്നാണ്. അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. എന്നിട്ടും അംബേദ്കറെ എത്രത്തോളം പരിഗണിക്കണമെന്ന പ്രശ്നമുണ്ട്. ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഭരണഘടനാ നിർമ്മാണ സഭ 1949 ഏതാണ്ട് നവംബർ മാസം 9-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ യോഗം ആരംഭിക്കുന്നു. ആ പ്രഥമ യോഗത്തിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഭരണഘടന പ്രിയാമ്പിൾ, ഇവിടെ വായിച്ച പ്രിയാമ്പിൾ, ആ പ്രിയാമ്പിൾ നെഹ്റു പ്രധാനമന്ത്രി എന്ന നിലയിൽ, ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു. അതിന്മേൽ ചൂടേറിയ ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകളിൽ MR ജയകർ എന്ന് പറയുന്ന വലിയ നിയമജ്ഞനാണ്, ബോംബെയിൽ നിന്നും ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്ന നിയമജ്ഞനാണ്, പണ്ഡിതനാണ്. ആ MR ജയകർ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഭരണഘടനാപരമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഭരണഘടനാ അസംബ്ലിയിൽ രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള ആർക്കും മറുപടി പറയാൻ കഴിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. 13-ാം തീയതി 13, 14, 15, 16, 17 നീണ്ട 5 ദിവസങ്ങൾ കഴിയുമ്പോൾ ഭരണഘടനാ അസംബ്ലിയിൽ ഉന്നയിക്കപ്പെട്ട ആദ്യത്തെ ചോദ്യങ്ങൾക്ക്, പ്രിയാമ്പിളിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇന്ത്യയുടെ പ്രഥമ ഭരണഘടനാ അസംബ്ലി അലങ്കോലപ്പെടുന്ന ഒരു സന്ദർഭം ചരിത്രമാണിത്. ആ സന്ദർഭത്തിലാണ് രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ BR അംബേദ്കർ ക്ഷണിക്കുകയാണ്. മിസ്റ്റർ അംബേദ്കർ, താങ്കൾക്ക് ഇതിനോട് പ്രതികരിക്കാം, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അംബേദ്കർ എഴുന്നേൽക്കുന്നു.
അദ്ദേഹം ഡയസിലേക്ക് വരുന്നു. അവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക്, സമസ്യകൾക്ക് വളരെ പണ്ഡിതോചിതമായി ലോകോത്തര ഭരണഘടനകളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് സമർത്ഥമായി അദ്ദേഹം ഉത്തരം പറയുന്നു. ആ പ്രസംഗത്തിലാണ് അംബേദ്കർ പറയുന്നത്, ഐ സ്റ്റാൻഡ് ഫോർ എ സ്ട്രോങ് യുണൈറ്റഡ് ഇന്ത്യ. അതിശക്തമായ, കെട്ടുറപ്പുള്ള ഒരു ഏകീകൃത ഇന്ത്യക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു. എൻ്റെ അവസാനത്തെ തുള്ളി ചോര ചിന്തിയും ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടിയും അഖണ്ഡതയ്ക്ക് വേണ്ടിയും ഞാൻ നിലകൊള്ളും. ഞാനും നിങ്ങളും പരസ്പരം പോരടിക്കുന്ന വ്യത്യസ്ത ക്യാമ്പുകളിൽപ്പെട്ടവരാണ്. പക്ഷേ ഇന്ത്യ നമ്മുടെ രാഷ്ട്രമാണ്, നമ്മൾ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ ഏകീകൃത ഇന്ത്യക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്, എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. അങ്ങേയറ്റം രാജ്യസ്നേഹ പ്രചോദിതമായ അംബേദ്കറുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഓഡിയൻസ് ആണ്. ആ പ്രസംഗം കഴിയുമ്പോഴാണ് ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ ഒന്നടങ്കം വന്ന് അംബേദ്കറെ വാരി പുണരുന്നു. പിന്നീടുണ്ടാവുന്ന തീരുമാനം ആ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എടുക്കുന്നു. 7 പേരുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ 7 പേരുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ സ്വാഭാവികമായും അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഡോക്ടർ അംബേദ്കർ അവരോധിക്കപ്പെടുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാവുകയാണ്. സ്വാഭാവികമായും ആ ചെയർമാൻഷിപ്പിൽ ഇരുന്നുകൊണ്ട് ഭരണഘടന അംബേദ്കർ എഴുതാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, രാജ്യം വിഭജിക്കപ്പെട്ടു. 47 ഓഗസ്റ്റ് 15 അംബേദ്കറുടെ മെമ്പർഷിപ്പ് പാകിസ്ഥാനിലായിപ്പോയി. പാകിസ്ഥാൻ ഭരണഘടനാ അസംബ്ലിയിലേക്ക് പിന്നെ അദ്ദേഹത്തിന് പോകാൻ പറ്റുകയുള്ളൂ. ഇന്ത്യൻ ഭരണഘടന പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. അംബേദ്കർ എഴുതി തുടങ്ങിയ, നേതൃത്വം വഹിച്ച് തുടങ്ങിയ ഒരു ദൗത്യം അദ്ദേഹം വിഭജനാനന്തരം അദ്ദേഹത്തിൻ്റെ മണ്ഡലം ബംഗാളിലായി പോയപ്പോൾ, പാകിസ്ഥാനിലായി പോയപ്പോൾ പിന്നീട് തുടരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യണമെന്ന ഉത്തരം നമ്മുടെ ദേശീയ നേതാക്കളെ വേട്ടയാടുന്നത്. അതിൻ്റെ മറുപടി ഞാൻ മുമ്പേ പറഞ്ഞ ആദ്യം ചോദ്യം ചോദിച്ച് പ്രയാസമുണ്ടാക്കി MR ജയകർ തന്നെ രാജിവെക്കുകയാണ് ബോംബെയിൽ നിന്ന്. ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നു. അവിടെ അംബേദ്കർ മത്സരിക്കുന്നു. എതിര് നിൽക്കാൻ ആരും ഉണ്ടായില്ല. ഇനി എതിർക്കാൻ കഴിയാത്ത വിധം അംബേദ്കറുടെ മഹത്വം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ അസംബ്ലിക്ക് ബോധ്യപ്പെട്ടൊരു സന്ദർഭത്തിലാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഡോക്ടർ അംബേദ്കർ എതിർപ്പില്ലാതെ അങ്ങനെ ജയിച്ച് ഭരണഘടനാ ശില്പിയായി മാറുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം 1927 ഡിസംബർ മാസം 25-ാം തീയതിയാണ് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ബോംബെയിൽ ലക്ഷക്കണക്കിന് അണികളെ സാക്ഷി നിർത്തിക്കൊണ്ട് മനുസ്മൃതി എന്ന് പറയുന്ന ഇന്ത്യയിലെ സവർണ സനാതന ഹിന്ദുക്കളുടെ പുണ്യഗ്രന്ഥം എന്ന് പറയുന്ന പൗരാണിക ഇന്ത്യയുടെ ഭരണഘടന ഈ രാജ്യത്തെ ശൂദ്രന്, ജാതിയിൽ താണവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം പാടില്ല, അവന് വഴി നടക്കാൻ പറ്റുകയില്ല, അവന് നഗ്നത മറയ്ക്കാൻ പാടില്ല, അവന് വസ്ത്രം ധരിക്കാൻ പറ്റുകയില്ല, അങ്ങനെയുള്ള എല്ലാ അവകാശങ്ങളും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന അടിസ്ഥാന ജനതയ്ക്ക് നിയമം മൂലം നിരോധിച്ച മനുസ്മൃതി എന്ന് പറയുന്ന, ഇന്ത്യയെ ഇരുട്ടിലേക്ക് നയിച്ച ആ മനുസ്മൃതി പരസ്യമായി ചുട്ടുകരിച്ച ഡോക്ടർ അംബേദ്കർ തന്നെയാണ് അവിഭക്ത ഇന്ത്യയുടെ ഭരണഘടന എഴുതുന്ന ആ ഭരണഘടനാ ശില്പിയായി മാറുന്നത്. ഒരു കാവ്യനീതിയാണ്, ചരിത്രത്തിലൊരു നീതിയാണ്. ബ്രാഹ്മണിസത്തിൻ്റെ ഈ ബ്രാഹ്മണ സർവാധിപത്യത്തിൻ്റെ മതനിയമങ്ങൾക്ക് തീ കൊടുത്ത മനുഷ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായി മാറിയോ? അന്ന് ഭരണഘടനാ അസംബ്ലിയിലെ ഒരു അംഗം പിന്നീട് പറയുന്നുണ്ട്, ഇന്ത്യ ഇരുട്ടിലാഴ്ത്തിയ ഈ രാജ്യത്തെ ജനകോടികളെ നരകത്തിലേക്ക് തള്ളിവിട്ട മനുവിൻ്റെ നിയമത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇനി വരാൻ പോകുന്നത് ഇന്ത്യയെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന മഹറിൻ്റെ നിയമമാണ്. മനുനിയമത്തിൻ്റെ സ്ഥാനത്ത് ഒരു മഹർ നിയമം ഈ രാജ്യത്തെ സ്വർഗത്തിലേക്ക് നയിക്കും എന്ന് പറയുകയാണ്. തീർച്ചയായും ആ മാറ്റമാണ് ഒരുപക്ഷെ ലോകം ബഹുമാനിക്കുന്ന ഈ ആധുനിക ജനാധിപത്യ മതേതര ഭരണഘടന സത്യത്തിൽ നമ്മുടേതായി മാറ്റുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഡോക്ടർ BR അംബേദ്കറുടെ പങ്ക് ഇപ്പോൾ ചിലർക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് മലയാളത്തിലെ പ്രശസ്തമായ ഒരു വാരിക ഭരണഘടനയാണ് ചർച്ച. ഭരണഘടനയെക്കുറിച്ചുള്ള ഒരുപാട് ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഭരണഘടനയെക്കുറിച്ചുള്ള ഒരുപാട് ആഖ്യാനങ്ങൾ, പഠനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഈ ആഖ്യാനങ്ങളിലൊന്നും അംബേദ്കർ വരുന്നത് ഈ മിന്നി വെളിച്ചം പോലെയാണ്, മിന്നാമിനുങ്ങ് പോലെയാണ് അംബേദ്കർ വരുന്നത്. ബാക്കിയൊക്കെ പറയുന്നു, മതേതരത്വം, ജനാധിപത്യം, പൗരാവകാശം, ഇങ്ങനെ തുടങ്ങിയ ഘടകങ്ങൾ, അതിലൊക്കെ പങ്കുവഹിച്ച ഒരുപാട് കാര്യങ്ങൾ, അമേരിക്ക അല്ലെ ബ്രിട്ടൻ്റെ ഭരണഘടന, ഇനി അയർലൻഡിൻ്റെ ഭരണഘടന, അതിൽ നിന്നൊക്കെയാണ് നമ്മൾ പലതും സംശീകരിച്ചത് എന്നൊക്കെ പറയുന്നു. പക്ഷേ അംബേദ്കറെ കുറിച്ച് പറയാൻ മാത്രം
ഈ ഭരണഘടനയെക്കുറിച്ച് ലേഖനം എഴുതുന്ന നമ്മുടെ പണ്ഡിതന്മാർക്ക് പലപ്പോഴും അല്പം പ്രയാസമുണ്ട്. ഈ ലേഖനത്തിലും മാതൃഭൂമിയുടെ ലേഖനത്തിലും അദ്ദേഹം കാണുന്നുണ്ട് സംഭവം. എന്താണെങ്കിലും ഒരു കാര്യം അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ ചരിത്രം, ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ്. ആ ഡിബേറ്റ്സ് മൊത്തം എടുത്ത് പരിശോധിക്കുമ്പോൾ ആരാണ് ആ ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്ന് മാത്രമല്ല, ഈ ഭരണഘടനയുടെ വാക്കും വരികളും അർത്ഥവും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകിയത് ആരാണ് എന്ന് ഭരണഘടനാ അസംബ്ലി സംവാദങ്ങളുടെ വാല്യമുണ്ട്. അത് മേടിച്ച് ഇന്ത്യ ഗവൺമെൻറ് പ്രസിദ്ധീകരണമാണ് വാല്യങ്ങൾ. ഒന്ന് പരിധി നോക്കിയാൽ, വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആരാണ് ഉത്തരം പറയുന്നത് എന്ന്. ഒരു കാര്യം വ്യക്തമാണ്, ആ ഭരണഘടനാ അസംബ്ലിയിൽ ടി ടി കൃഷ്ണമാചാരി എന്ന് പറയുന്നത് ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് ടി ടി കൃഷ്ണമാചാരി. ആ ടി ടി കൃഷ്ണമാചാരി 1949 നവംബർ മാസം 26 ഭരണഘടന ഇന്ത്യക്ക് സമർപ്പിക്കുന്ന ആ ദിവസം അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രസംഗമുണ്ട്, ടി ടി കൃഷ്ണമാചാരിയുടെ പ്രസംഗം. എന്താണ് ആ പ്രസംഗം? അദ്ദേഹം പറയുന്നു, ഈ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചുപോയി, വേറെ 2 പേർ വിദേശത്തായിരുന്നു, മറ്റു 2 പേർ ഡൽഹിയിൽ നിന്നും അകലെയായിരുന്നു, മറ്റൊരാൾക്ക് തിരക്കുണ്ടായിരുന്നു. അംബേദ്കർ ഒഴികെ ആർക്കും ഈ ഭരണഘടനാ നിർമ്മാണത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 പേരുടെ കാര്യം പറയുന്നേ. ആരാ പറയുന്നത്? ടി ടി കൃഷ്ണമാചാരി, ഭരണഘടനാ അസംബ്ലി ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അതുകൊണ്ട് ഈ ഭരണഘടന എഴുതി പൂർത്തിയാക്കുന്ന ജോലി മൊത്തം അംബേദ്കറുടെ ചുമലിൽ വരികയും അദ്ദേഹം അത് അങ്ങേയറ്റം സ്തുത്യർഹമായി നിർവഹിക്കുകയും ചെയ്തതുകൊണ്ട് ഈ അസംബ്ലി ഈ മനുഷ്യരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ടി ടി കൃഷ്ണമാചാരി സാക്ഷ്യപ്പെടുത്തുമ്പോൾ അംബേദ്കറെ തമസ്കരിച്ചുകൊണ്ട് ലേഖനം എഴുതുന്ന നമ്മുടെ ഭരണഘടനാ പണ്ഡിതന്മാർക്ക് എന്താണ് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അവസാനം പറയേണ്ടി വന്നു. അന്ന് ആ ദിവസം തന്നെ രാജേന്ദ്ര പ്രസാദ് പറയുന്നുണ്ട്, ഈ അസംബ്ലി, ഭരണഘടനാ അസംബ്ലി അഥവാ നമ്മുടെ പാർലമെന്റ് ചരിത്രത്തിൽ ഇന്നോളം എടുത്തിട്ടുള്ളതോ ഇനി അതിൻ്റെ ഭാവിയിൽ എക്കാലവും എടുക്കാൻ പോകുന്നതുമായ ഏത് തീരുമാനത്തെക്കാളും വലിയ തീരുമാനം ഈ ഭരണഘടന ഡോക്ടർ അംബേദ്കർ എഴുതട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ച തീരുമാനമായിരിക്കും എന്ന് രാജേന്ദ്ര പ്രസാദ് പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ, കഴിഞ്ഞ ദിവസം ഈ ഭരണഘടനയുടെ അസംബ്ലിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഒരു വലിയ ഗവേഷകനായ ലോക്സഭാ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിച്ചു. അദ്ദേഹം സ്വാഭാവികമായി ഇതിനെ സംബന്ധിച്ച് സുദർശൻ കുമാർ ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുദർശൻ കുമാർ ശർമ്മയുടെ ഭരണഘടനാ അസംബ്ലിയുടെ ചരിത്രത്തെക്കുറിച്ച് റിസർച്ച് നടത്തിയ ലോക്സഭാ സെക്രട്ടറിയെ റിട്ടയർ ചെയ്ത അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഡോക്ടർ ബി ആർ അംബേദ്കർ ആർബിറ്റർ ഓഫ് ഡൽഹീസ് ഡെസ്റ്റിനി എന്നാണ്. ഡൽഹിയുടെ ഡെസ്റ്റിനി തീരുമാനിച്ച മനുഷ്യൻ എന്ന നിലയിൽ ഒരു പുസ്തകമാണ്. അത് പ്രസിദ്ധീകരിച്ചത് നാഷണൽ ബുക്ക് ട്രസ്റ്റാണ്. ആ പുസ്തകത്തിൻ്റെ 33-ാമത്തെ പേജിലൂടെ കണ്ണോടിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം വെളിപ്പെടുത്തുക. അദ്ദേഹം റിസർച്ചാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ ഭരണഘടനാ അസംബ്ലിക്കകത്ത് വാ തുറന്ന് വർത്തമാനം പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കളുടെ അവരാകെ പറഞ്ഞ വാക്കുകളുടെ എണ്ണം എടുത്തിരിക്കുകയാണ് ഈ മനുഷ്യൻ. അതവിടെ റെക്കോർഡറാണ്. അങ്ങനെ അദ്ദേഹം എടുത്തപ്പോൾ ടി ടി കൃഷ്ണമാചാരിയാണ് അംബേദ്കർ ഒഴികെ ഏറ്റവും അധികം ഭരണഘടനാ അസംബ്ലിയിൽ സംവാദങ്ങളുടെ ഭാഗത്ത് ഇടപെട്ടതും വർത്തമാനം പറഞ്ഞതും ടി ടി കൃഷ്ണമാചാരിയാണ്. 97,638 വാക്കുകളിലാണ് ടി ടി കൃഷ്ണമാചാരി ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ സംസാരിച്ചത്. അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ, തമിഴ്നാട്ടിൽ നിന്നുള്ള അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ, അദ്ദേഹം സംസാരിച്ചത് 61,162 വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ദാറ്റ് ഈസ് വേർഡ് സ്പോക്കൺ. 61,162 വാക്കുകൾ. പിന്നീട് കെ എം മുൻഷിയുടെയാണ് 50,000-ഓളം വാക്കുകളാണ് കെ എം മുൻഷിയുടെ അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത്. ഇനി ഡോക്ടർ അംബേദ്കറുടെ വാക്കുകൾ നോക്കുക. 1-ാം സ്ഥാനത്ത് 2,67,544 വാക്കുകളിലാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ 3 വർഷക്കാലം ഡോക്ടർ അംബേദ്കർ സംസാരിച്ചത്. ആരാണ് ഉത്തരം പറഞ്ഞത്? ആരാണ് വിശദീകരിച്ചത്? സ്പഷ്ടമാണ്. പക്ഷേ ഈ ചരിത്രമൊന്നും നിയമവിദ്യാർത്ഥികൾക്ക് പോലും പഠിക്കാൻ സാധിക്കുന്നില്ല എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ ദുരന്തമാണ്. എന്താണെങ്കിലും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പൂർത്തീകരിക്കുന്ന ഭരണഘടന രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ചെലവഴിച്ച വർഷത്തെക്കുറിച്ചൊക്കെ ഏകദേശം ഇന്ന് പല പ്രഭാഷണങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട്. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്ത് 7,635-ഓളം ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടു. അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അതിനെല്ലാം മറുപടി പറഞ്ഞു. 2,473-ഓളം ഭേദഗതികൾ അംഗീകരിക്കപ്പെട്ടു. അതാണ് ഭരണഘടനയുടെ ചരിത്രം. 3 വർഷക്കാലത്തോളം
ആ ഭരണഘടന എഴുതി കഴിഞ്ഞപ്പോഴാണ് അംബേദ്കർ നിത്യരോഗിയായി മാറിയത്. പിന്നെ അധികകാലം ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അദ്ദേഹത്തെ ഡയബറ്റിക്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പിടിമുറുക്കി മരണത്തിലേക്ക് അടുപ്പിച്ചത് രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഭരണഘടന എഴുതാൻ വേണ്ടിയുള്ള രാപകൽ വിശ്രമമില്ലാത്ത ആ മനുഷ്യൻ്റെ അധ്വാനമാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ ഉറങ്ങാൻ ഇരിക്കുമ്പോൾ അംബേദ്കർ ഉണർന്നിരുന്നു. മാഞ്ചസ്റ്റർ ടൈംസിൻ്റെയും ലണ്ടൻ ഗസറ്റിൻ്റെയും ലേഖകന്മാർ ഈ ഭരണഘടനാ നിർമ്മാണ വേളയിൽ ഡൽഹിയിൽ വരുന്നുണ്ട്. അവർ നെഹ്റുവിനെ കാണണം, പട്ടേലിനെ കാണണം, രാജേന്ദ്ര പ്രസാദിനെ കാണണം. പക്ഷേ അവർ പറന്നെത്തിയ വിമാനം വൈകിപ്പോയിരുന്നു. പാതിരാത്രിയിലാണ്, ആരെയും കാണാൻ പറ്റുന്നില്ല. പക്ഷേ അവർക്ക് അടുത്ത വെളുപ്പിന് തിരിച്ചു പോകാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്, ആരെയാണ് ഇനി ഒന്ന് കാണാൻ പറ്റുക? ഏതെങ്കിലും ഒരു നേതാവിനെ കാണണം, ദേശീയ നേതാക്കളെ. അപ്പോൾ ഒരു പത്രക്കാരൻ പറയുന്നത്, നിങ്ങൾ അംബേദ്കറെ കാണാൻ ശ്രമിക്കൂ എന്നാണ്. അങ്ങനെ 22 പൃഥ്വിരാജ് റോഡിലുള്ള അംബേദ്കറുടെ വസതി, അവിടെ പ്രകാശമുണ്ട്, അവിടെ ചെല്ലുകയാണ്. മാഞ്ചസ്റ്റർ ഗസറ്റിൻ്റെ, ലണ്ടൻ ഗസറ്റിൻ്റെയും മാഞ്ചസ്റ്റർ ടൈംസിൻ്റെയും ലേഖകന്മാരാണ്. അവർ ചെല്ലുമ്പോൾ അംബേദ്കർ ഇറങ്ങിയിട്ടില്ല. മറ്റ് ദേശീയ നേതാക്കൾക്ക് പെർമിഷൻ ഇല്ല, 10 മണി കഴിഞ്ഞാൽ കാണാൻ പറ്റുകയില്ല. അപ്പോൾ അവർ ചെല്ലുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, അംബേദ്കർ മറുപടി പറയുന്നു. വളരെ തൃപ്തികരമായി മടങ്ങിപ്പോകുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു, മിസ്റ്റർ അംബേദ്കർ, മറ്റ് നേതാക്കളെല്ലാം ഉറങ്ങുകയാണല്ലോ, നിങ്ങൾ ഇത്രയും വലിയൊരു നേതാവ്, ഇത്രയധികം അധ്വാനിക്കുന്നൊരു മനുഷ്യൻ, നിങ്ങളെന്താണ് ഈ പാതിരാത്രിയിൽ ഉറങ്ങാതിരിക്കുന്നത്? ഒരു കാര്യമുണ്ട്, അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. ഇന്ത്യയിലെ അവർക്കൊക്കെ ഉറങ്ങാം, ഒരുപക്ഷെ അവരൊക്കെ പ്രതിനിധീകരിക്കുന്ന ജനങ്ങൾ ഉണർന്നിരിക്കുന്നവരാണ്. ഞാൻ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായ കോടിക്കണക്കിന് ജനങ്ങൾ ഉറങ്ങുകയാണ്. ഇന്ത്യയിലെ കോടിക്കണക്കിന് അവകാശങ്ങളെക്കുറിച്ച് അറിയാത്ത കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണർന്നിരിക്കേണ്ടവനാണ്, ഞാൻ ഉണർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് ബാബാ സാഹേബ് ബി ആർ അംബേദ്കർ രാഷ്ട്രത്തോട്, നമ്മുടെ ഭരണത്തോട്, ഭരണഘടനയോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് സങ്കീർണമാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതുക എന്നൊക്കെ പറയുന്നത് ലോകത്തൊരു ഭരണഘടന എഴുതുന്നത് പോലെ അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. ആയിരക്കണക്കിന് ജാതികൾ, 10,000-ലധികം ജാതികൾ, ഓരോ ജാതികൾക്കകത്തും പിന്നെ 100 കണക്കിന് ഉപജാതികൾ, ജാതികളും ഉപജാതികളും, വ്യത്യസ്തങ്ങളായ വംശങ്ങൾ, ഗോത്രങ്ങൾ, പലതരത്തിലുള്ള ഭാഷകൾ, പിന്നീട് മതങ്ങൾ. ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങളിലാണ് ദാരിദ്ര്യവും മറ്റു തരത്തിലുള്ള ഒട്ടനവധി സങ്കീർണതകളും. ഇങ്ങനെ കിടക്കുന്ന അങ്ങേയറ്റം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ ഘടനയ്ക്കകത്തു നിന്നാണ് ജനങ്ങളെ മുഴുവൻ ഒരു ഏകീകൃതമായ ഒരു സംസ്കാരത്തിലേക്ക്, ഒരു രാഷ്ട്ര സംസ്കാരത്തിലേക്ക്, ഒരു ദേശീയ ബോധത്തിലേക്ക് പരിവർത്തിപ്പിക്കുക എന്ന് പറയുന്ന അങ്ങേയറ്റം അസാധ്യമായ ഒരു ടാസ്ക്കാണ് ഡോക്ടർ അംബേദ്കർ നിർവഹിക്കുന്നത്. ആ ടാസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് ബ്രാഹ്മണിസത്തിൻ്റെ അസമത്വ ദർശനങ്ങൾക്കെതിരെ, ബ്രാഹ്മണ്യത്തിൻ്റെ കാതൽ എന്ന് പറഞ്ഞാൽ ജാതിയാണ്. ഇന്ത്യൻ സാമൂഹ്യ ഘടന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ് ഇന്ത്യൻ സാമൂഹ്യ ഘടന? ഇന്ത്യൻ സാമൂഹ്യ ഘടനയുടെ പേര് ഒന്നുകിൽ വർണ്ണം എന്നാണ്, അല്ലെങ്കിൽ ജാതി എന്നാണ്. മനുഷ്യനില്ല, ജാതികളേ ഉള്ളൂ. വ്യക്തികൾക്ക് അസ്തിത്വമില്ല, ജാതികൾക്കേ അസ്തിത്വമുള്ളൂ. മറ്റ് ലോകരാഷ്ട്രങ്ങളെങ്കിലും പൗരന്മാരുണ്ട്, പൗരസമൂഹമുണ്ട്. ഇവിടെ പൗരസമൂഹമില്ല, ജാതി സമൂഹങ്ങളേ ഉള്ളൂ. മനുഷ്യർ ജീവിക്കുന്നത് ജാതിയിലാണ്, മരിക്കുന്നത് ജാതിയിലാണ്, മരണാനന്തരം പരിഗണിക്കപ്പെടുന്നത് ജാതിയിലാണ്. അത് തർക്കമുണ്ടോ? മരണാനന്തരം പരിഗണിക്കപ്പെടുന്നതും ജാതിയിൽ തന്നെയാണ്. കാരണം അംബേദ്കർക്ക് ഭാരതരത്നം കൊടുത്തത് എപ്പോഴാണ്? അദ്ദേഹം മരിച്ച് 34 വർഷം കഴിഞ്ഞപ്പോൾ. തമിഴ്നാട്ടിലെ സിനിമാ നടൻ ഉൾപ്പെടെ MGR-ന് ഈ ഭാരതരത്നം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഭരണഘടനാ ശില്പിക്ക് 34 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയോട് അടുത്തപ്പോൾ ഒരു ഭാരതരത്നം ഓടിച്ചിട്ട് പിടിപ്പിച്ചത് മരണാനന്തരം. അമേരിക്കൻ ഭരണഘടന എഴുതിയ ജെയിംസ് മാഡിസൺ, നിങ്ങൾക്കറിയാം, അമേരിക്കൻ ഭരണഘടന എഴുതിയ ജെയിംസ് മാഡിസനെ ആ രാഷ്ട്രം ആദരിച്ചത് അവരുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കറെ 34 വർഷം കഴിഞ്ഞ് ഭാരതരത്നം കൊടുത്ത് അപമാനിച്ചുകൊണ്ടാണ്. രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഈ മനുഷ്യരെ കാണുന്നത്? അതുകൊണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു അംബേദ്കർ ഭരണഘടന എഴുതുന്നതിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം റോഡ്രിച്ച് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫ്രഞ്ച് എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് നാൾ വിസിറ്റിംഗ് പ്രൊഫസറായി വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ എസെൻഷ്യൽസ് ഓഫ് അംബേദ്കർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഡോക്ടർ അംബേദ്കർ ഹാഡ് നോട്ട് റിട്ടൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, വാട്ട് വുഡ് ഹാവ് ബീൻ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ? അംബേദ്കർ അല്ലായിരുന്നു ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതിയത് എന്ന് വിചാരിക്കുക, എന്താകുമായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഗതിയെന്നാണ് ഈ വനേറിയോ റോഡ്രിച്ച് എന്ന് പറയുന്ന ഫ്രഞ്ച് അക്കാദമിഷ്യൻ ചോദിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഹൃദയത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അംബേദ്കർ അല്ലായിരുന്നു ഇത് എഴുതിയതെങ്കിൽ? അംബേദ്കർ എഴുതുന്നതിന് മുമ്പ് ചിലരൊക്കെ എഴുതിയ കാര്യം അറിയാമായിരിക്കുമല്ലോ.
മോഡൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ആ മോഡൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദളിതർക്ക് വോട്ടവകാശമില്ലായിരുന്നു, ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് വോട്ടവകാശമില്ലായിരുന്നു, സ്ത്രീകൾക്ക് വോട്ടവകാശമില്ലായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു കോംപ്ലക്സായ സിറ്റുവേഷനിൽ നിന്നാണ് അംബേദ്കർ ഭരണഘടന എഴുതുന്നത്. ഇനി ഭരണഘടനയുടെ പ്രശ്നം, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പറയുന്നത് അതൊരു ലിവിങ് ഡോക്യുമെൻ്റാണ്. വളരെ ചലനാത്മകമായി ഇന്ത്യയുടെ മനസ്സുകളെ ഇപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നമുക്ക് പ്രതീക്ഷ നൽകുന്ന, ഈ രാജ്യത്തെ എപ്പോഴും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള ടെക്സ്റ്റാണ് ഇന്ത്യൻ ഭരണഘടന. അതിന് വലിയ ജീവനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും പറയുന്നത് ഒരുപക്ഷെ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി, വിശ്വാസത്തിന് അതീതമായി എല്ലാ ഇന്ത്യക്കാരനും ഒരുപോലെ നിന്ന് ഒന്നിച്ച് വായിക്കാൻ കഴിയുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത്. അതിൻ്റെ പേര് ഇന്ത്യൻ ഭരണഘടന എന്നാണ്. ആ ഭരണഘടന എഴുതിയതാകട്ടെ ഒരു നിയമപണ്ഡിതനല്ല. ഒരു നിയമപണ്ഡിതന് മാത്രം രൂപം കൊടുക്കാൻ പറ്റുന്ന ഒരു ഭരണഘടനയ്ക്ക് സാങ്കേതികത്വങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഭരണപരമായ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഭരിക്കണം, എങ്ങനെ ഗവർണൻസ് അഥവാ ഭരണനിർവഹണം എങ്ങനെ നടത്തണം, അതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയല്ല. അത് ഉടനീളം ഞാൻ ചില മൂല്യങ്ങളുണ്ട്, അതിനൊരു സംസ്കാരമുണ്ട്, അതിനൊരു ഫിലോസഫിയുണ്ട്, അതിനൊരു മാനവീയതയുണ്ട്. മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ബന്ധുത്വത്തിൻ്റെ അടങ്ങാത്ത ആഴങ്ങളിലുള്ള ഭാഷ അതിനുണ്ട്, യുക്തി അതിനുണ്ട്. എന്താ കാര്യം? ആ ഭരണഘടന എഴുതിയത് കേവലം നിയമത്തിൽ മാത്രം പാണ്ഡിത്യമുള്ളൊരു മനുഷ്യനല്ല. സാമ്പത്തിക ശാസ്ത്രത്തിൽ അമർത്യാസൻ എൻ്റെ ഗുരുവ് എന്ന് വിളിച്ച, വെൽഫെയർ എക്കണോമിക്സിൽ എൻ്റെ അധ്യാപകനാണ് അംബേദ്കർ എന്ന് അമർത്യാസൻ എന്ന നോബൽ പ്രൈസ് കിട്ടിയ മനുഷ്യൻ അടയാളപ്പെടുത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ എക്കണോമിക്സ്റ്റാണ് ഭരണഘടന എഴുതിയത്. സാമൂഹ്യ ശാസ്ത്രത്തിൽ ലോകത്ത് ഏറ്റവും പ്രശസ്തരായ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരോടൊപ്പം കഴിയുകയും അങ്ങനെ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും, അതേപോലെ ജർമ്മനിയിലെ ഹൈഡിൻബർഗിലും, ജർമ്മനിയിലെ ബോൺ സർവകലാശാലയിലും, ഗ്രേസിനിലും മാത്രമല്ല ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും പോയി പഠിച്ച ലോകം കണ്ട ഏറ്റവും വലിയ സോഷ്യൽ സയൻറ്റിസ്റ്റാണ് നമ്മുടെ ഭരണഘടന എഴുതിയത്. പൊളിറ്റിക്കൽ സയൻസിൽ അഥവാ രാഷ്ട്രമീമാംസയിൽ അങ്ങേയറ്റം വലിയ ഒരു ഡോക്ടറേറ്റ് അതിലാണ്, രാഷ്ട്രമീമാംസയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫിലോസഫറായ രാഷ്ട്രമീമാംസകനാണ് നമ്മുടെ ഗ്രന്ഥം എഴുതിയത്. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയൻ, മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ചുകൊണ്ട് മതത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ താരതമ്യ പഠനങ്ങൾ നടത്തിയ ഒരു സ്കോളറാണ്. തിയോളജികളെ സംബന്ധിച്ച് ആഴത്തിൽ പഠിച്ച ഒരു സ്കോളറാണ് നമ്മുടെ ഭരണഘടന എഴുതിയത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മനുഷ്യൻ എഴുതിയ ഭരണഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അചഞ്ചലമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായി നമ്മുടെ മുമ്പിലുള്ളത്. എനിവേ, ഇതൊക്കെ ഒരു ആമുഖമായ ചില ഭാഗങ്ങളാണ്. സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടന ഇന്ന് നേരിടുന്ന സമകാലീനമായ പ്രതിസന്ധികളുണ്ട്. ഒന്ന്, ഭരണഘടനയെക്കുറിച്ച് പോലും വേണ്ട തരത്തിൽ ഭരണകൂടങ്ങൾ തീരെ മനസ്സിലാക്കാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും അറിയാത്തതെന്ന് ചോദിച്ചാൽ ഇത് ചുട്ടുകരിച്ച് കളയണമെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അത് ഇന്ന് മാത്രമല്ല, ഇവിടെ കബീർ സർ തുടക്കത്തിലേ പറഞ്ഞു, ഈ ഭരണഘടന എഴുതുന്ന സന്ദർഭത്തിൽ അതിനെ തള്ളിപ്പറഞ്ഞവരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അത് വലിയ ദുരന്തം. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ആ ജനാധിപത്യത്തെ നിർമ്മിച്ച, അതിൻ്റെ സങ്കല്പങ്ങൾ കുടിയിരിക്കുന്ന ആ ഭരണഘടനയെ തന്നെ നിരാകരിക്കുന്നവരുടെ കയ്യിലാണ് ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന അധികാരം ഇന്ന് അമർന്നിരിക്കുന്നത് എന്നത് നമ്മുടെ രാഷ്ട്രം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. വിചാരധാരയ്ക്കകത്ത് ഗോൾവാൾക്കർ അന്നേ പറഞ്ഞത് എന്താണ്? ഈ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതായിരുന്നു RSSന്റെ നയം. ഈ ഭരണഘടനയ്ക്കകത്ത് ഇന്ത്യയുടെ സംസ്കാരമില്ല, ജാതിയില്ലെന്നേ. ഇതിനകത്ത് ബ്രാഹ്മണനാണ് ഏറ്റവും വലിയവെന്ന് പ്രഖ്യാപിക്കുന്നില്ല. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹീം അഹീംസ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അതായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. സർവ്വലോകത്തിനും സുഖം ഭവിക്കട്ടെ. തട്ടിപ്പാണ്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ സുഖം ആരുടെയാ? ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം. പശുവിന് ബ്രാഹ്മണന് സുഖമാണെങ്കിൽ അതാണ് ലോകത്തിൻ്റെ സുഖം. ഇപ്പം ലോകം എന്ന് പറഞ്ഞാൽ എന്താ? പശുവാണ്. കാരണം പശുവിൻ്റെ മാംസമാണ് യാഗങ്ങൾ. അശ്വമേധയാഗം 500 പശുക്കളെയും 500 കുതിരകളെയും 500 ആടുകളെയും 500 പോത്തുകളെയും വെട്ടി ഹോമിക്കുന്ന, എന്നിട്ട് ആ മാംസം ഭക്ഷിക്കുന്ന ചടങ്ങിൻ്റെ പേരായിരുന്നു അശ്വമേധയാഗം. അപ്പോൾ ആ മാംസം തിന്നവരും സുരം എന്ന് പറയുന്ന പഴയ പാനം, സുരപാനം, മദ്യം കുടിച്ചവരുമൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു കാലമുണ്ട്. അവരുടെ സുഖമാണ് ലോകത്തിൻ്റെ സുഖമെന്ന് പറഞ്ഞൊരു തത്വചിന്തയാണ് ഭരണഘടന തിരുത്തിയത്.